നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ UDF അംഗങ്ങൾക്ക് അനുവദിച്ചിരുന്ന 7 ഇരിപ്പിടങ്ങൾ കയ്യേറിയ LDF അംഗങ്ങൾ തങ്ങളുടെ ഇരിപ്പിടങ്ങൾ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് UDF അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. അജണ്ട ഇനങ്ങൾ ഒറ്റവാക്കിൽ പാസാക്കി മേയർ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊരുങ്ങി BJP. തൃശൂരിൽ പത്മജ വേണുഗോപാൽ BJP സ്ഥാനാർത്ഥിയായേക്കും. ഈ മാസം 28-ന് ആദ്യ പട്ടിക പ്രഖ്യാപിക്കും. അതേസമയം തൃശൂർ മണ്ഡലം ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കാനില്ലെന്നാണ് MT രമേശിന്റെ നിലപാട്. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി റോഡിൽ ഓയിൽ ഒഴിച്ചതിനെ തുടർന്ന് തെന്നി വീണ് നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പരിക്കേറ്റു. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ പടാക്കുളം ജംഗ്ഷൻ പരിസരത്ത് സർവീസ് റോഡിലാണ് കരാർ കമ്പനിയായ ശിവാലയുടെ ജീവനക്കാർ ഓയിൽ ഒഴിച്ചത്. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ മേൽപ്പാലത്തിന് സമീപമുണ്ടായ അപകടത്തിൽ കാർ തലകീഴായി മറിഞ്ഞു. സ്കോർപിയോയുടെ പിന്നിൽ ലംബോർഗിനി ഇടിച്ചായിരുന്നു അപകടം. നിയന്ത്രണമിട്ട സ്കോർപിയോ ഡിവൈഡറിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഉത്രാളിക്കാവ് പൂരം നാളെ. എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ ദേശങ്ങളൊരുക്കുന്ന ഉത്രാളിപ്പൂരത്തിനായി നാടൊരുങ്ങി. 3 ദേശങ്ങളും 11 ആനകളെ വീതം എഴുന്നള്ളിക്കും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുഭരണിക്ക് കൊടിയേറി. ആയിരക്കണക്കിന് ഭക്തർ സാക്ഷിയായി. കേരള പോലീസ് അസോസിയേഷൻ 39ാം തൃശൂർ സിറ്റി ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. K. രാധാകൃഷ്ണൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാരസെറ്റമോൾ ഗുളിക അമിതമായി കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. പഴയന്നൂർ നീളം പള്ളിയാൽ വീട്ടിൽ രാജന്റെ മകൾ 21 വയസ്സുള്ള അയന രാജനാണ് മരിച്ചത്. ഒറ്റപ്പാലത്ത് തീപിടിച്ച സ്വകാര്യ ബസ്സിൽ നിന്നും യാത്രക്കാരെ രക്ഷിച്ച സ്കൂട്ടർ യാത്രികനെ ഹ്യൂമാനിറ്റീസ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി ആദരിച്ചു. ബസ്സിന് പുറകിലെ സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന വിഷ്ണുവിനെയാണ് ആദരിച്ചത്. തൃശൂർ തെക്കേ മഠത്തിന്റെ ശങ്കരപത്മം പുരസ്കാരം സാഹിത്യകാരൻ C. രാധാകൃഷ്ണന് സമ്മാനിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പുരസ്കാരദാനം നിർവഹിച്ചു. വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളറക്കാട് പള്ളി പാർക്കിലെ ഓട്ടോ ഡ്രൈവർമാർ കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നിവേദനം നൽകി. റോഡിലെ കുഴികൾ താൽക്കാലികമായി അടയ്ക്കാൻ നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. മുട്ടിക്കൽ ആറ്റത്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണോദ്ഘാടനത്തിന്റെ സംഘാടക സമിതി യോഗം AC മൊയ്തീൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്നു. നിർമ്മാണോദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 5-ന് നടക്കും. കേരള ആർട്ടിസൻസ് യൂണിയൻ തൊഴിൽ സ്റ്റേറ്റ്മെന്റ് തിരുവല്ലോമലയിൽ നടന്നു. ആർട്ടിസൻസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം P. മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവല്ലോമല അഖില കേരള എഴുത്തച്ഛൻ സമാജം കുത്താമ്പുള്ളി വാർഷിക പൊതുയോഗം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം തൃപ്രയാർ കപിലാശ്രമം സന്യാസി തേജസ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് KN സോമകുമാർ അധ്യക്ഷത വഹിച്ചു. പുത്തൻപീടിക തോന്നിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേല ആഘോഷിച്ചു. പൂരം എഴുന്നള്ളിപ്പിൽ പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിലുള്ള മേളം അകമ്പടിയായി. ആയുർവേദിക് ആൻഡ് ട്രഡീഷണൽ മെഡിക്കൽ വർക്കേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ V. മുജീബ് ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാല റിപ്പബ്ലിക് സദസ്സിന്റെ സമാപന സമ്മേളനവും വിജ്ഞാന വികസന സദസ്സും സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ ഉദ്ഘാടനം ചെയ്തു. പാറമേൽപ്പടി ഗ്രാമീണ വായനശാലയിൽ അരുൺ ഗോവിന്ദ് രചിച്ച പ്രണയ ഗാന്ധാരം പുസ്തകം പ്രകാശനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PR വിശ്വനാഥൻ സംസാരിച്ചു. അരിപ്പാലം പതിയാംകുളങ്ങര ക്ഷേത്രത്തിൽ അശ്വതി വേല ആഘോഷിച്ചു. കാഴ്ചശിവേലിക്ക് കലാമണ്ഡലം ശിവദാസന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. എരുമപ്പെട്ടി മഹലിലും പരിസരത്തുമുള്ള നിർധന കുടുംബങ്ങൾക്ക് ഖത്തർ പൗരനായ നാസർ അൽ കഹബി കുടുംബം റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. ഉസ്താദ് മുഹമ്മദ് ബാഖവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കിണറ്റിൽ വീണ കുറുനരിയെ വനപാലകർ രക്ഷപ്പെടുത്തി. വെറ്റിലപ്പാറ ഹോളി ഏഞ്ചൽ സ്കൂളിന് സമീപത്തെ ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിലെ കിണറ്റിലാണ് 2 ദിവസം മുമ്പ് കുറുനരി അകപ്പെട്ടത്. തിരുവല്ലോമല ഗ്രാമീണ വായനശാലയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ചേർന്നു. റിട്ടേണിംഗ് ഓഫീസർ KU അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ഇടമുട്ടം പാലപ്പെട്ടി ക്ഷേത്രത്തിലെ അശ്വതി വേലാഘോഷം വർണ്ണാഭമായി. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേടത്ത് മനയ്ക്കൽ വിഷ്ണു ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ ചേറ്റുവ ശാഖയുടെ 20ാം വാർഷികാഘോഷം ചേറ്റുപുഴ സരസ്വതി വിലാസം സ്കൂളിൽ നടന്നു. പൊതുസമ്മേളനം താലൂക്ക് പ്രസിഡന്റ് PK ബിജു ഉദ്ഘാടനം ചെയ്തു. സുരേഷ് ഗോപിക്ക് വോട്ട് ഗുരുവായൂരിൽ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ വോട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലുമായിരുന്നു സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയത്. കൊടുങ്ങല്ലൂരിൽ ദേശീയപാതയിലുണ്ടായ അപകട പരമ്പരയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ. അപകടങ്ങളിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാനും ആവശ്യമായ നഷ്ടപരിഹാരം നൽകാൻ കരാർ കമ്പനി സമ്മതിച്ചതായും നഗരസഭാ ചെയർപേഴ്സൺ. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി വികസന സമിതി അംഗം രാജേന്ദ്രൻ അരങ്ങത്ത് ഉപവാസ സമരം നടത്തി. ഉപവാസ സമരം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിച്ച വാർഷിക സെമിനാർ പ്രൊഫസർ M ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ലില്ലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം സമ്മേളനം ശനിയാഴ്ച തൃശൂരിൽ നടക്കും. സമാജം രക്ഷാധികാരികളായ അഡ്വക്കേറ്റ് MA കൃഷ്ണനുണ്ണി, TG രവി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. പൊയ്യ പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രീയ സംസ്കൃത സർവകലാശാല ഗുരുവായൂർ കേന്ദ്രം സ്ഥാപകൻ പ്രൊഫസർ PT കുര്യാക്കോസിന്റെ 53ാം ചരമവാർഷിക ദിനം പാവറട്ടിയിൽ ആചരിച്ചു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, PT കുര്യാക്കോസ് സ്മൃതി ഭവൻ അധ്യക്ഷൻ പ്രൊഫസർ K വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻപീടിക തണ്ടാശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും കളമെഴുത്തുപാട്ടും ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആഘോഷിക്കും. പ്രതിഷ്ഠാദിനമായ വ്യാഴാഴ്ച നടക്കുന്ന കൂട്ടിയെഴുന്നേൽപ്പിൽ കൊമ്പൻ ചീരോത്ത് രാജീവ് ദേവിയുടെ തിടമ്പേറ്റും. കയ്പമംഗലം പഞ്ചായത്ത് തല ഹിന്ദു ഏകതാ സമ്മേളനം പനമ്പിക്കുന്നിൽ നടന്നു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.